നടയിലോ അതുപോലുള്ള ചെറിയ ഷെഡ് പോലെയുണ്ട്, പള്ളിയുടെ വരാന്ത പോലത്തെ സ്ഥലം. അവിടെ കിടന്നുറങ്ങും. രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടും, രണ്ടും കൂടെ. അവിടെയുള്ള പൈപ്പിൽ നിന്നും പല്ലൊക്കെ തേച്ച് മിടുക്കരായി കുർബാനയ്ക്ക് കൂടി അച്ഛനെയും കണ്ടൊരു ആശീർവാദമൊക്കെ മേടിക്കും. സാധാരണ പരിചയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചോദിക്കും, എവിടുത്തെയാ, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ കഥ പറയണത്. സ്നേഹമുള്ളവരെ, അവർക്ക് കുറച്ച് കാലത്തേക്കുള്ളത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നിനക്ക് സ്നേഹിക്കാനാണ് ജീവിത സഖിയെ തന്നത്. നീ സ്നേഹിച്ചോ? ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. നീ നിന്റെ ജീവിത സഖിയെ സ്നേഹിച്ചോ? നിനക്ക് സ്നേഹിക്കാനാ, നിന്നെ സ്നേഹിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ കാര്യമായി ഇതെടുക്കണം. ഇനി ഏതാനും കാര്യം എനിക്ക് പറയാൻ സാധിക്കുന്നത് താത്വികമായി എന്നതിനേക്കാൾ ഉപരി ഇത്തിരി പ്രായോഗികതയിലേക്ക് എത്തി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു ഭാര്യയിൽ നിന്നും ഒരു ഭർത്താവ് പ്രതീക്ഷിക്കുന്നതൊക്കെയാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലർക്കും അത് അത്ര ബോധ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായി, ഒരു ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ് അനുസരണം. ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കിയാലോ ചാവള്, എടാ ഇവിടെ വാടാന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് അവർക്ക്. അതുകൊണ്ട് ഭർത്താവിനെ അല്പം സ്നേഹിച്ച് അനുസരിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ഭാര്യയാകുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമുണ്ടാകുന്നത്. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗവും കൂടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ടൊരു ഭർത്താവിനെ നമ്മൾ അനുസരിക്കണം. നല്ലത് പറയുന്നത് അനുസരിച്ചാൽ മതി. ഒരു ഭർത്താവ് പാപം ചെയ്യാൻ പറഞ്ഞാൽ നീ അനുസരിക്കേണ്ട. പക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ മർക്കടമുഷ്ടി പിടിച്ച് മാറി നിൽക്കരുത്. സ്നേഹപൂർവ്വം ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ആ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. രണ്ടാമതൊരു ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതി എന്താണ്? എൻ്റെ ഭാര്യ ശാലീനതയുള്ളവളായിരിക്കണം. എന്താ ഈ ശാലീനത അല്ലേ? അത് പുരുഷന്മാരിങ്ങനെ വരുമ്പോൾ കല്യാണത്തിലൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ പറയും, എൻ്റെ അച്ഛ ഒരു കൊത്ത് കിട്ടിയ ഒരു പെണ്ണിനെ കണ്ടില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എനിക്കൊരു നല്ല ജീവിത സഖിയെ കിട്ടാൻ. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ശാലീന സുന്ദരിയെ അച്ഛൻ. രണ്ടും കൂടെ ചേർന്ന് വരണം. ഒരു ശാലീന സുന്ദരി, ശാലീനതയിൽ തന്നെ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ശാലീനതയുള്ള സ്വഭാവം നമുക്കുണ്ടാകട്ടെ. അപ്പോൾ ഒരു ഭർത്താവ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എടുത്തു ചാടി നിൽക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കരുത്. ഇത്തിരി വിനയവും ഒത്തിരി മുഖം വീർപ്പിക്കാത്ത ഒരു സ്വഭാവവുമാണത്. മനസ്സിലായല്ലോ? ഈ ശാലീനതയെ ഇത്തിരി വിനയവും ഒത്തിരി മുഖം വീർപ്പിക്കാത്തതുമായ ഒരു സ്വഭാവമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മൂന്നാമതായി, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ? അതെ. മൂന്നാമതായിട്ട് ഒരു ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൃത്തിയുള്ളവളായിരിക്കണം എൻ്റെ ഭാര്യ എന്ന്. പല്ല് തേക്കണം, കുളിക്കണം, വസ്ത്രമൊക്കെ വൃത്തിയായി അലക്കി വെടിപ്പാക്കണം, മക്കളെയൊക്കെ വൃത്തിയായി നടത്തണം, വീടും വരെയൊക്കെ ഒന്ന് അടുക്കും ചിട്ടയും വൃത്തിയുമൊക്കെ ഉണ്ടാവണം. നമ്മളിങ്ങനെ ഈ മത്തിയെല്ലാം വെട്ടി കുഞ്ഞിൻ്റെ എല്ലാം ശിഷ്ടഭാഗം എല്ലാം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളെ, അതെല്ലാം കൂടി ഒരു നൈറ്റിയിലോട്ട് തൂത്ത് എൻ്റെ ആമ്പർന്നോനെന്നും പറഞ്ഞ് അങ്ങ് ചെന്നാലേ അതിയാൻ ഓട്ടടാ ഓട്ടം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വൃത്തിയുള്ളവരാകുക, നമ്മൾ വൃത്തിയുണ്ടായിരിക്കുക. ജർമ്മൻ ജനതയെക്കുറിച്ച് പറയുന്ന വലിയൊരു കാര്യമാണത് സൗബർക്കൈറ്റ്. അവർക്ക് ഭയങ്കര വൃത്തിയാണ്. ഇവിടെയും അങ്ങനെയുണ്ട്. നമുക്ക് നല്ല വീടൊക്കെ ഉണ്ട്, വൃത്തിയായി സൂക്ഷിക്കണം, അതിന് നിങ്ങൾ സഹകരിക്കണം. പക്ഷേ ഒരു സ്ത്രീക്ക്, ഒരു പുരുഷൻ അത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൃത്തിയായി ശുചിത്വം പാലിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം നിങ്ങൾ. വീണ്ടും പുരുഷന്മാർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് വിശ്വസ്തത. ദാമ്പത്യ ജീവിത വിശ്വസ്തത പാലിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം.
പുരുഷനില്ലാത്ത അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചായുന്ന സ്വഭാവമായിരിക്കരുത് ഒരു സ്ത്രീയുടേത്. രഹസ്യ നമ്പറുകൾ വേണ്ടെന്നർത്ഥം. നമുക്ക് പല നമ്പറുകളുണ്ടാകാം. ഈ നമ്പറുകളൊക്കെ അങ്ങ് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമേ. കാര്യം മനസ്സിലായല്ലോ അല്ലേ? വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിത വിശുദ്ധിയും വിശ്വസ്തതയും ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാമതായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സ്ത്രീ ദൈവഭക്തിയുള്ളവളായിരിക്കണം. അവൾ പ്രാർത്ഥിക്കണം, അവൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പിക്കണം. ഞാൻ പ്രാർത്ഥിച്ചില്ലേലും എങ്ങേരെ ചിലപ്പം വരികയല്ല പ്രാർത്ഥിക്കാനൊന്നും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്തുതിയൊക്കെ കഴിയുമ്പോഴേക്കുമായിരിക്കും എതിയാൻ്റെ വരവ്. എന്നാലും ചില പുരുഷന്മാർ ചോദിക്കും, കൊച്ചുങ്ങൾ പ്രാർത്ഥിച്ചോടി. കണ്ടോ, അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നേ. ആഗ്രഹമൊക്കെ ഉണ്ട്, എന്തോ ഒരു ചെറിയ ബന്ധനമുണ്ട്. അത് നമുക്ക് ഈ കുറി അങ്ങ് മാറ്റി വിടുകയും ചെയ്യാം, അല്ലയോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നതാണ് ഒരു സ്ത്രീ ഭക്തയായിരിക്കണമെന്ന്. അവൾക്ക് ഇച്ചിരി ഈശ്വരവിശ്വാസവും കുഞ്ഞുങ്ങൾക്ക് ആ ഈശ്വരവിശ്വാസമൊക്കെ പകരുന്നതും ഒക്കെ ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് പറയണം, നിങ്ങളും കൂടെ വാ മനുഷ്യനെ, നമുക്കൊരു ധ്യാനത്തിന് പോകാൻ. അത് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടം വരികയില്ലെങ്കിലും. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം കൂടെയാണ്, ഞാൻ കുറേ ഉണ്ടെങ്കിലും കുറച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യം. ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ട് കുറ്റം പറയാത്ത അവസ്ഥ. എല്ലാവരെയും കുറിച്ചും നമ്മൾ കുറ്റം പറയുന്ന ഒരു രീതി വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് തകരാറാണ്. ഭർത്താവിൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ കുറ്റം ഒന്നും വിളിച്ച് പോയിക്കൊണ്ടിരിക്കരുത്, അല്ല ഉള്ളത് പറയാം. പിന്നെ താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ എന്നാ കോന്തന, ആ മനുഷ്യനെ കണ്ടേ എന്നാ മിടുക്കനാ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ഈ മനുഷ്യന് ഇറച്ചു കയറും. ആ മനുഷ്യന് ഇതിങ്ങനെ മനസ്സിലുണ്ടേ പോലും പറയരുത് സഹോദരങ്ങളെ. എളിമയോടെ അച്ഛൻ പറയുകയാണത്. അതുകൊണ്ട് വെറുതെ പോലും കോന്തനാണേലും പറയണം, നീ മിടുക്കനാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഒരു ഭാര്യ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിൽ ഒരു ഭർത്താവിനെ അംഗീകരിക്കാൻ ഒത്തിരി വിഷമമുണ്ട്. പിന്നെ താരതമ്യം ചെയ്ത് പറയരുത്, ഇവിടെ മിക്സിയില്ല, അതില്ല, ഇതില്ല, അതില്ല. ചിലപ്പോൾ സാമ്പത്തികമായ വിഷമൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ അല്പം എളിമയോടുകൂടി ജീവിക്കാനായിട്ട് പഠിക്കണം, ഇല്ലായ്മയിൽ ജീവിക്കാനും പഠിക്കണം. അതിനുവേണ്ടി ഉള്ള ബാങ്കിലും ലോക ബാങ്കിലും കൂടെ പോയി ലോൺ എടുക്കാനാണ് ചിലർ ചിന്തിക്കുന്നത്. അപ്പോൾ അല്പം ഒരു എളിമയൊക്കെ നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കുടുംബജീവിതത്തിന് ആവശ്യമാണ് നന്നായി പോകാനായിട്ട്. രണ്ടാമത്തെ മേഖലയിൽ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയുകയാണ്. ഇത്രയൊക്കെ ഒരു ഭാര്യയിൽ നിന്നും ഒരു ഭർത്താവ് പ്രതീക്ഷിക്കുമ്പോൾ തീർച്ചയായും ഒരു ഭർത്താവിൽ നിന്നും ഭാര്യ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതിലൊന്നാമത്തെ കാര്യം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് സംരക്ഷണം കൊടുക്കുന്നവളായിരിക്കണം. എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കാൻ മാത്രം കരുത്തുള്ളവനും മിടുക്കരുമാണെന്ന് ഒരു ബോധ്യം ഭാര്യയ്ക്കുണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് അവളെ, നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുവാനുള്ള ചങ്കുറപ്പുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ യാതൊരുവിധ അബദ്ധ സഞ്ചാരങ്ങളും അനാവശ്യ സഞ്ചാരങ്ങളും ഉണ്ടാകരുത് എന്ന് അവൾക്ക് ബോധ്യമുണ്ടാവണം. ഇല്ല എന്നവൾക്ക് ബോധ്യമുണ്ടാവണം. അത് പ്രകടിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും ഒരു ഭർത്താവ് ബാധ്യസ്ഥനാണ്.